തെലങ്കാനയിൽ വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകൾക്ക് മുന്നോടിയായി വെള്ള തുണി കൊണ്ട് പള്ളികൾ എല്ലാം മൂടുകയാണ് അധികൃതർ. സംസ്ഥാനത്ത് സമാധാന അന്തരീക്ഷം നിലനിർത്തേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഘോഷയാത്രകൾ കടന്നുപോകുന്ന വഴികളിലെ പള്ളികൾ ഉദ്യോഗസ്ഥർ മറയ്ക്കുകയായിരുന്നു. നാംപള്ളിയിലെ ഏക്മിനാർ മസ്ജിദ്, മൊസാംജാഹി മാർക്കറ്റിലെ മസ്ജിദ് ഇ മെഹബൂബ് ഷാഹി, സിദ്ധിയംബർ ബസാറിലെ ജാമിയ മസ്ജിദ് എന്നിവ ഘോഷയാത്രകൾ കടന്നുപോകുന്ന പാതയിലെ പ്രധാന മസ്ജിദുകളാണ്. സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന ഘോഷയാത്രകൾ നിയന്ത്രിക്കാൻ തെലങ്കാനയിലെ മുഴുവൻ ഫോഴ്സുകൾക്കും സർക്കാരിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഹൈവേകളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ട്രാഫിക് ഉദ്യോഗസ്ഥർക്കും ഘോഷയാത്രകൾ ഏകോപിപ്പിക്കുന്നതിന് സ്പെഷ്യൽ ബ്രാഞ്ചിനും ഈ ഘോഷയാത്രകളിലെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ ഹൈദരാബാദ് പോലീസിനുമാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിനു പുറമെ സംസ്ഥാനത്തെ എല്ലാ ബാറുകളിലും ക്ലബ്ബുകളിലും മദ്യവിൽപ്പനയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെപ്റ്റംബർ 17 രാവിലെ 6 മുതൽ സെപ്റ്റംബർ 18 വൈകുന്നേരം 6 മണി വരെയായിരിക്കും ഈ നിരോധനം. ഉത്തരവ് ലംഘിച്ചാൽ നിയമ നടപടി ഉണ്ടാകുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കൂടാതെ ഗണേശ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യുന്നതിനായി തെലങ്കാന സർക്കാർ 27 ബേബി കുളങ്ങൾ, 24 പോർട്ടബിൾ കുളങ്ങൾ, 2 മുതൽ 5 അടി വരെ ഉയരമുള്ള വിഗ്രഹങ്ങൾക്കായി 22 എസ്കലേറ്റർ കുളങ്ങൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച ഗണപതി വിഗ്രഹങ്ങൾ നദികളിൽ ഒഴുക്കുന്നത് തടയണമെന്ന് തെലങ്കാന ഹൈക്കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതിനെ തുടർന്നാണ് ഈ നടപടി. അതേസമയം തെലങ്കാനയിൽ ഘോഷയാത്രകൾ കടന്നുപോകുന്നതിന് പള്ളികൾ തുണികൊണ്ട് മറയ്ക്കുന്ന നടപടിയിൽ വ്യാപകമായ വിമർശനങ്ങൾ ഉയരുകയാണ്. ഇത്തരത്തിലുള്ള നടപടികൾ സമൂഹത്തിൽ വിഭജനത്തിനും അന്യവൽക്കരണത്തിനും കാരണമാകുമെന്നാണ് ചിലരുടെ പ്രതികരണം. ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരുന്നു. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ ഹോളി ആഘോഷങ്ങളുടെ ഭാഗമായി ഹൈന്ദവ ഘോഷയാത്രകൾ കടന്നുപോകുന്ന ഇടങ്ങളിലെ പള്ളികൾ ഷീറ്റ് കൊണ്ട് മൂടണമെന്ന് സർക്കാർ അന്ന് ഉത്തരവിറക്കിയിരുന്നു. ഉത്തർപ്രദേശിലെ ബറേലിയിലും ഷാജഹാൻപൂരിലും ഹിന്ദുമത ഘോഷയാത്രകൾ നടക്കുന്ന വഴികളിൽ സ്ഥിതി ചെയ്യുന്ന പള്ളികൾ ഷീറ്റ് കൊണ്ട് മൂടാനാണ് UP സർക്കാർ ഉത്തരവ് നൽകിയത്. മതപരമായ ഘോഷയാത്രകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് നടക്കുന്ന വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കാനാണ് പള്ളികൾ ഇങ്ങനെ ഷീറ്റ് കൊണ്ട് മൂടാൻ ഉത്തരവിട്ടത് എന്നായിരുന്നു യോഗി സർക്കാരിൻ്റെ അന്നത്തെ വിശദീകരണം. BJP ഭരണകക്ഷിയായിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് സാധാരണയായി നടക്കുന്ന ഒരു നടപടി മാത്രമാണ്. എന്നാൽ തെലങ്കാനയിലും സമാനമായ ഉത്തരവുകളും നടപടികളും ഉണ്ടാകുന്നത് ഞെട്ടിക്കുന്നു എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന വിമർശനം. തെലങ്കാനയിൽ ഭരിക്കുന്നത് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനങ്ങൾ ഏറെയും. കോൺഗ്രസ് ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ കർണാടകയിലും ഗണേശയാത്രയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു മുസ്ലിം പള്ളിയുടെ പരിസരത്ത് വെച്ച് സംഘർഷമുണ്ടാവുകയും കടകൾക്ക് തീവെക്കുകയും ചെയ്തിരുന്നു. ആ പ്രദേശത്ത് സർക്കാർ നിരോധന ആജ്ഞയും അന്ന് നടപ്പിലാക്കിയിരുന്നു. BJPയുടെ വഴി പിന്തുടരുകയാണ് കോൺഗ്രസ് എന്നും മുസ്ലിം പള്ളികൾക്ക് മാത്രമായി ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് ജനാധിപത്യത്തിന് യോജിച്ചത് അല്ലെന്നുമാണ് ഉയർന്നു വരുന്ന പ്രധാന വിമർശനങ്ങൾ. ഉത്തരേന്ത്യയിലെ ഹൈന്ദവ പ്രീണന നയം തെക്കേ ഇന്ത്യയിലും ആവർത്തിക്കുക വഴി മതേതര പാർട്ടി എന്ന കോൺഗ്രസിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുകയാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു.